ഒന്ന് ആലോചിച്ചു നോക്കൂ. 500 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു വിഭാഗങ്ങൾ ആദ്യം പോരാട്ടം നടത്തി. സ്വാതന്ത്ര്യത്തിന് ശേഷം വിശ്വഹിന്ദു പരിഷത്തും സംഘപരിവാർ സംഘടനകളും അതിശക്തമായ പോരാട്ടം നടത്തി. ഒടുവിൽ ഭവ്യമായ ശ്രീരാമക്ഷേത്രം അവിടെ വരുന്നു. അന്ന് അതിനെ അതിശക്തമായി എതിർത്ത പാർട്ടികളാണ് സമാജ്വാദി പാർട്ടി. മുലായം സിംഗ് യാദവ് രാമക്ഷേത്രത്തിലേക്ക് വന്ന രാമക്ഷേത്രം വീണ്ടെടുക്കാനെത്തിയ കർസേവകർക്ക് നേരെ വെടിയുതിർത്ത കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. മുല്ലാ മുലായം എന്നായിരുന്നു അയാൾക്ക് അന്ന് വിളിച്ചിരുന്ന പേര്. 2 കോൺഗ്രസ് പാർട്ടി അധികാരത്തിലുണ്ടെങ്കിൽ രാമക്ഷേത്രം ഒരു കാരണവശാലും നടപ്പാക്കില്ല എന്ന് പറഞ്ഞവരാണ് കോൺഗ്രസിലുള്ളവർ. ഇപ്പോഴിതാ വ്യാജ ആരോപണങ്ങളുമായി അയോധ്യയിലേക്ക് വണ്ടി കയറുകയാണവർ. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവരുടെ ലക്ഷ്യം. 200 കിലോ വെള്ളി കാണാതായി എന്നതായിരുന്നു കഥ, മാധ്യമങ്ങൾക്ക് കൊടുത്ത കഥ. ഇതാ ആ വെള്ളി കണ്ടെത്തിയിട്ടുണ്ട്. ആ വെള്ളിയുടെ രേഖകൾ ട്രസ്റ്റ് ഓഫീസിലുമുണ്ട്. ഇനി ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ആ വെള്ളി അവിടെ കൊണ്ടുവച്ചതായിരിക്കും എന്നുള്ളത്. 200 കിലോ വെള്ളി കൊണ്ടുപോയിട്ട് അന്വേഷണം നടക്കുമ്പോൾ കൊണ്ടുവച്ചു എന്നാണ് അവർ പറയുന്നത്. ഈ വെള്ളി ഇരിക്കുന്നത് ബാങ്കിന്റെ ലോക്കറിലാണ്. 2, ഈ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ നാണയങ്ങൾ നിർമ്മിക്കുന്ന ഏജൻസിക്കാണ് ഇത് നൽകിയത്. എന്തായാലും അവിടെ നിന്നും ഇത് എടുത്തുകൊണ്ടുവന്ന് വയ്ക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം തലയ്ക്കകത്ത് ആൾതാമസമുള്ള ആർക്കും മനസ്സിലാകും. എന്തു വലിയ നുണയാണ് മലയാള മാധ്യമങ്ങൾ പടച്ചുവിട്ടത് എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. അയോധ്യയുമായി ബന്ധപ്പെട്ട് തന്നെ അയോധ്യ ട്രസ്റ്റിന്റെ ഒരു പ്രസ്താവനയാണ് പുറത്തു വന്നിട്ടുള്ളത്. പ്രസ്താവന ഇങ്ങനെയാണ്: സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞെട്ടലും ദുഃഖവും ഉണ്ടാക്കി എന്നാണ് ട്രസ്റ്റ് പറയുന്നത്. സുതാര്യവും സമഗ്രവുമായ അന്വേഷണം ഉറപ്പാക്കണം എന്നാണ് ട്രസ്റ്റ് ആവശ്യപ്പെടുന്നത്. ട്രസ്റ്റിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ രാജി ട്രസ്റ്റ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അനിൽ മിശ്രയും രാജിവെച്ചു എന്ന് ട്രസ്റ്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഭക്തർ ഏൽപ്പിച്ച സ്വർണവും വെള്ളിയും സുരക്ഷിതമായി ഉണ്ടെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉറപ്പെന്നും തെറ്റായ വിവരങ്ങൾ വിശ്വസിക്കരുതെന്നും ട്രസ്റ്റ് പറയുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ചമ്പത് റായി എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹം ഈ കൊള്ളയിൽ നേരിട്ട് പങ്കാളിയാണെന്നോ അദ്ദേഹം ഇതിൽ നിന്നും കൊള്ളയടിച്ചെന്നോ SIT കണ്ടെത്തുക പോയിട്ട് അങ്ങനെ ഒരു ആരോപണം പോലും അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നില്ല. മലയാള മാധ്യമങ്ങൾ ആ മനുഷ്യനെ വേട്ടയാടിയത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. അദ്ദേഹം സ്വന്തം ജീവിതം ഹിന്ദു സംഘടനയ്ക്കായി സമർപ്പിച്ച പൂർണ്ണസമയ പ്രവർത്തകനാണ്, പ്രചാരകൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം. അതിനുശേഷം 91 മുതൽ അയോധ്യയിൽ ഈ തർക്കമന്ദിരം പൊളിക്കുന്ന ആ കാലത്ത്, സംഘർഷം നിറഞ്ഞ കാലത്ത് 91 മുതൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, ജീവൻ കളഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ചമ്പത് റായി എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ആകുന്നു. ഈ ഭവ്യമായ രാമക്ഷേത്രം കേസ് നടത്തി നടപടികളിലൂടെ അതവിടെ സ്ഥാപിക്കുന്നു. ആ മനുഷ്യനെയാണ് ഈ നിമിഷം വരെ ജീവിതത്തിൻ്റെ ഈ അന്ത്യ സമയത്തോട് 1 രൂപ പോലും സ്വന്തമായി ഉണ്ടാക്കാത്ത, 2 ജോഡി വസ്ത്രങ്ങൾ മാത്രം കൈവശമുള്ള ആ വൃദ്ധനായ മനുഷ്യനെ കുറിച്ചാണ് ഈ നട്ടാൽ കുരുക്കാത്ത നുണ ആരോപണങ്ങൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും നടത്തുമ്പോൾ അത് ഏറ്റെടുക്കുന്നത്. സത്യം തെളിയട്ടെ, ഈ കള്ളങ്ങളുടെ കാർമേഘം ഒഴിഞ്ഞു മാറട്ടെ, അത് അദ്ദേഹം വിശുദ്ധി വീണ്ടെടുത്ത് തിരിച്ചു വരട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.